എൻ്റെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് കാർഡ്സ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം വ്യത്യസ്തമായ കാർഡ്സുകളാണ്. എല്ലാം ഡിഫറെൻറ്റ് കാർഡ്സാണ്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഓരോ കാർഡ്സ് ടേബിളിൽ ഡീൽ ചെയ്യും. മോന് എവിടെ വെച്ച് നിർത്തണം തോന്നും, മോൻ അവിടെ വെച്ച് സ്റ്റോപ്പ് പറയണം. ഓക്കെ, സ്റ്റോപ്പ് ഇവിടെ വെച്ച് നിർത്തണം. അത് ഈ ഒരു കാർഡ് കൂടെ ഇടണോ? അത് വെച്ച് നിർത്തിയാൽ മതി. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത്, ഈ കഥയിൽ നിങ്ങൾ രണ്ടുപേരല്ലേ വന്നത്, ഞാൻ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അശ്വിൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞാൽ, അശ്വിനെ ഒരു സെറ്റ് ഓഫ് കാർഡ് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ അശ്വിൻ ഈ സെറ്റ് സെലക്ട് ചെയ്യൂ, ഈ സെറ്റ് സെലക്ട് ചെയ്യൂ. ഇത് അശ്വിൻ ഇത് സെലക്ട് ചെയ്യും. അശ്വിൻ സെലക്ട് ചെയ്ത കാർഡ് ഞാൻ അങ്ങോട്ട് എടുത്ത് മാറ്റി ശേഷം ഈ സെറ്റിലെ ഫസ്റ്റ് കാർഡിലെ കളറ് നമ്പർ ഒന്ന് മോൻ നോക്കണം. ഞാൻ അത് മോൻ്റെ മനസ്സ് വെച്ച് കണ്ടുപിടിക്കാൻ പോയി. എന്നെ കാണിക്കരുത്, മോൻ നോക്കിയിട്ട് അതൊന്ന് ക്യാമറയിൽ കാണിക്കണം. ആ കളറും അല്ല നമ്പരും മോൻ ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഞാൻ തിരിയട്ടെ. മോൻ നോക്കണം, അല്ല കളർ നോക്കണം, അല്ല നമ്പർ നോക്കണേ. നോക്കിയാ മോനെ? മനസ്സിലുണ്ടല്ലോ, കാർഡിന് കമത്തി വെച്ചോ. ഓക്കെ, തിരിയട്ടെ. ഓക്കെ, മനസ്സിലാ കളർ ഒന്ന് വിചാരിക്കണേ മനസ്സിൽ. ഓക്കെ, അതിലെ നമ്പർ ഒന്ന് വിചാരിക്കണേ. എൻ്റെ കണ്ണിൻ്റെ ഈ പോർഷൻ നോക്കൂ. ഓക്കെ ഓക്കെ, ഞാൻ എഴുതാൻ പോവുകയാണ്. മനസ്സിലിപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കളറ്, നമ്പര്. ഞാനൊരു കളർ നമ്പർ ഞാൻ എഴുതിയിട്ടുണ്ട്. മോൻ ഈ കാർഡിൽ കണ്ട കളർ നമ്പറും ക്യാമറയിൽ ഒന്ന് പറയൂ. റെഡ് കളർ 4 നമ്പറാണ് മോൻ കണ്ടത്. ഓക്കെ, താങ്ക് യു.